പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഉണ്ണിമധുരത്തിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ മലയാള ഭാഷയിലെ ആധുനിക കവിത്രയങ്ങളെക്കുറിച്ചും അവർ രചിച്ച കവിതകളെക്കുറിച്ചുമാണ് പറഞ്ഞത്. നിങ്ങൾ പലരും ചൊല്ലിയിരുന്നു, ചൊല്ലിയിരുന്നു ഇല്ലേ? ഇന്ന് മലയാളം പോലെ തന്നെ മഹത്തരമായ മറ്റൊരു ഭാഷയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അത് ദേവഭാഷയായ, വേദഭാഷയായ, അമരഭാഷയായ, അമൃതഭാഷയായ സംസ്കൃതം എന്ന ഭാഷയെക്കുറിച്ചാണ്. ഇന്ന് നമ്മൾ ആലപിക്കുന്നത് സംസ്കൃത ഗീതങ്ങളാണ്. സംസ്കൃതം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സംസ്കരിക്കപ്പെട്ടത്, ശുദ്ധമാക്കപ്പെട്ടത്, റിഫൈൻഡ് എന്നാണ്. തൃശ്ശൂർ അയ്യന്തോളിലുള്ള TGSM സരസ്വതി വിദ്യാനികേതൻ എന്ന ഈ വിദ്യാലയത്തിലേക്ക് ആദ്യമായി വന്നപ്പോൾ എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത് ഇവിടുത്തെ പ്രാർത്ഥനാ സഭയാണ്. വിദ്യാർത്ഥികളായ നിങ്ങളും അധ്യാപകരും അനധ്യാപകരുമെല്ലാം ആദരപൂർവം അണിനിരക്കുന്ന പ്രാർത്ഥനാ സഭയിൽ ചൊല്ലിക്കേട്ടത് കൂടുതലും സംസ്കൃത ഭാഷയിലുള്ള പ്രാർത്ഥനാ ഗീതങ്ങളാണ്. ഇവിടെ വന്നപ്പോൾ എനിക്ക് ലഭിച്ച ഈ പുസ്തകത്തിൽ കാണാൻ സാധിച്ചു പ്രാർത്ഥനാ സഭയിൽ ചൊല്ലുന്ന പ്രാർത്ഥനാ ഗീതങ്ങൾ ഓരോന്നും. ഓരോ ദിവസവും ഈ സരസ്വതി ക്ഷേത്രത്തിലെ അക്ഷരവിളക്കുകളിൽ തിരി തെളിയുന്നത് ഒരു ദീപസ്തുതിയോടെയാണ്. നമുക്കിന്ന് ഉണ്ണിമധുരവും ആ ദീപസ്തുതിയോടെ ആരംഭിക്കാം. ദീപജ്യോതി പരം ജ്യോതി ദീപജ്യോതിർജനാർദ്ദന ദീപോ ഹരതു മേ പാപം ദീപജ്യോതിർനമോസ്തുതേ. സംസ്കൃത ഭാഷ വളരെ ഹൃദ്യമായ ഭാഷയാണ്. വളരെ എളുപ്പമാണ് പഠിക്കാൻ. നമ്മൾ ഓരോ ശ്ലോകങ്ങളും സംസ്കൃതത്തിൽ ചൊല്ലുമ്പോൾ മലയാളത്തിലുള്ള അർത്ഥം കൂടെ മനസ്സിലാക്കിയാൽ കൂടുതൽ നല്ലതാണ്. ഇപ്പോൾ നമ്മൾ ദീപജ്യോതി എന്ന് തുടങ്ങുന്ന ഒരു ശ്ലോകം ചൊല്ലി. എന്താണ് പദാനുപദം അർത്ഥം എന്നറിഞ്ഞു പോകാം. ദീപജ്യോതി പരം ജ്യോതിയാകുന്നു. ദീപജ്യോതി തന്നെയാണ് ജനാർദ്ദനൻ അഥവാ ഭഗവാൻ. ദീപം എൻ്റെ പാപങ്ങളെ ഇല്ലാതാക്കട്ടെ, ഹരിക്കട്ടെ. ദീപജ്യോതിക്ക് എൻ്റെ 1000 നമസ്കാരം. ഇങ്ങനെയാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. ശുഭം കരോതു കല്യാണം ആരോഗ്യം സുഖസമ്പദാ ദ്വേഷബുദ്ധി വിനാശായ ആത്മജ്യോതിർനമോസ്തുതേ. ആത്മജ്യോതി പ്രദീപ്തായ ബ്രഹ്മജ്യോതിർനമോസ്തുതേ. ബ്രഹ്മജ്യോതി പ്രദീപ്തായ ഗുരുജ്യോതിർനമോസ്തുതേ. ശുഭവും മംഗളവും സംഭവിക്കട്ടെ. ആരോഗ്യവും സുഖവും സമ്പത്തും എല്ലാവർക്കും ഉണ്ടാകട്ടെ. ദ്വേഷബുദ്ധി ഇല്ലാതാകുവാൻ ആത്മജ്യോതിക്ക് എൻ്റെ നമസ്കാരം. ഇങ്ങനെയാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം തുടരുന്നത്. നമ്മുടെ ഉള്ളിലൊക്കെയുണ്ട് ഒരു ആത്മചൈതന്യം, ആത്മീയ ചൈതന്യം അല്ലേ? ആ ആത്മജ്യോതിസ് നല്ലവണ്ണം പ്രകാശിക്കുവാൻ വേണ്ടി പരബ്രഹ്മത്തെ നമ്മൾ നമിക്കുന്നു. ബ്രഹ്മജ്യോതിസിന് നമ്മുടെ നമസ്കാരം. ബ്രഹ്മജ്യോതിസ് കൂടുതൽ പ്രകാശിക്കുന്നതിന് വേണ്ടി ഗുരുജ്യോതിസിനെ നമിക്കുന്നു. ഇങ്ങനെയാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഈ വിദ്യാലയത്തിലേക്ക് ഓരോ ദിവസവും രാവിലെ വരുമ്പോൾ വിദ്യാലയത്തിന് മുൻപിൽ തന്നെ സംസ്കൃതത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒരു വാക്യം. എന്താണ് ആ വാക്യം? ധർമ്മോ രക്ഷതി രക്ഷിതഃ. ധർമ്മോ രക്ഷതി രക്ഷിതഃ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ധർമ്മത്തെ ആര് സംരക്ഷിക്കുന്നോ അവരെ ധർമ്മവും സംരക്ഷിക്കും. അർത്ഥം മനസ്സിലായോ? പഠനത്തിലും സകല കലകളിലും പ്രാവീണ്യം നേടുവാനുള്ള ശക്തിയും ചൈതന്യവും ആർജിക്കുകയാണ് ഓരോ പ്രാർത്ഥനാ സഭകളിലും നിങ്ങൾ സരസ്വതി വന്ദനത്തിലൂടെ, മാതൃപ്രണാമത്തിലൂടെ. യാ കുന്ദേന്ദു തുഷാര ഹാരധവളാ യാ ശുഭ്രവസ്ത്രാവൃതാ യാ വീണാവരദണ്ഡമണ്ഡിതകരാ
या श्वेतपद्मासना या ब्रह्माच्युतशङ्करा प्रभृतिभिर्देवैः सदा वन्दिता सा मां पातु सरस्वती भगवती നിശേഷജാഢ്യാപഹാ. സരസ്വതി ദേവിയോടുള്ള വന്ദനമാണ് നമ്മൾ ഇപ്പോൾ ചൊല്ലിയ മാതൃപ്രണാമം. സംസ്കൃതത്തിലുള്ള ശ്ലോകങ്ങൾ ഓരോന്നും മലയാളത്തിൽ അർത്ഥം മനസ്സിലാക്കണമെന്ന് പറഞ്ഞല്ലോ. യാ കുന്ദേന്ദു തുഷാരഹാരധവള. യാ എന്ന് വെച്ചാൽ യാതൊരുവളാണോ, ആരാണോ എന്നാണ് അർത്ഥം. കുന്ദ ഇന്ദു തുഷാരഹാരധവള. കുന്ദ എന്നാൽ മുല്ലപ്പൂവ്, ഇന്ദു ചന്ദ്രൻ, തുഷാരം മഞ്ഞ്, ഹാരം മാല, ധവള എന്നാൽ വെളുത്ത വർണ്ണം. അതായത് മുല്ലപ്പൂവിൻ്റെ ഭംഗിയും ചാന്ദ്രശോഭയും മഞ്ഞിൻ്റെ മനോഹാരിതയുമൊക്കെയുള്ള ഒരു വെളുത്ത മാല, അത്തരത്തിലുള്ള മാല ധരിച്ച സരസ്വതി ദേവിയെ വന്ദിക്കുന്നു. യാ കുന്ദേന്ദു തുഷാരഹാര ധവള. യാ ശുഭ്ര വസ്ത്രാവൃത. ശുഭ്രം എന്നാൽ എന്താണെന്ന് അർത്ഥം എന്നറിയാമോ? വെള്ള. ശുഭ്ര വസ്ത്രാവൃത എന്ന് പറയുമ്പോൾ വെളുത്ത നിറത്തിലുള്ള വസ്ത്രം, ആവൃത ധരിച്ചവൾ. യാ വീണ വരദണ്ഡ മണ്ഡിതകര എന്നതിൻ്റെ അർത്ഥം വരവീണ കയ്യിലേന്തിയവൾ. യാ ശ്വേതപത്മാസന വെളുത്ത നിറത്തിലുള്ള താമരപ്പൂവിൽ ഇരിക്കുന്നവൾ. യാ ബ്രഹ്മാച്യുത ശങ്കര പ്രഭൃതിഭിർ ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ എന്നീ ദേവന്മാരാൽ എപ്പോഴും പൂജിക്കപ്പെടുന്നവളുമായ സാ മാം പാതു സരസ്വതി ഭഗവതി നിശേഷജാഢ്യാപഹ. അങ്ങനെയുള്ള സരസ്വതി ദേവി നമ്മുടെയൊക്കെ അന്ധതമസ്സിനെ, അലസതയെ, മന്ദതയെ മാറ്റുന്ന ആ ദേവിയെ ഞാൻ വന്ദിക്കുന്നു, പ്രണമിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. നിങ്ങൾ അതിരാവിലെ എണീക്കുന്ന ശീലമുള്ളവരാണോ? ഒരു 6 മണിക്ക് മുൻപൊക്കെ എഴുന്നേൽക്കാറുണ്ടോ? നല്ല ശീലമാണ്. നമ്മുടെ ആരോഗ്യം, ബുദ്ധി, ഓർമ്മ, നമ്മുടെ ചിന്ത, ഭാവന ഇതൊക്കെ തെളിയണമെങ്കിൽ സൂര്യൻ ഉദിക്കുന്നതോടൊപ്പം നമ്മൾ ഉണരണം. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ഈ പ്രകൃതിയിലുള്ള പൂക്കളൊക്കെ തളിർത്ത് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ചരാചരങ്ങളും പ്രവർത്തിച്ചു തുടങ്ങുമ്പോഴും നമ്മൾ മടി പിടിച്ചുറങ്ങുന്നത് ഒരു നല്ല ശീലമല്ല. അവിടെ നമ്മൾ അലസരായി മാറും, നമ്മുടെ കഴിവുകൾ മുരടിക്കും. പകരം സൂര്യരശ്മിയോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ദിവസത്തെയും ആരംഭം കുറിക്കണം. അതിരാവിലെ സൂര്യഭഗവാനെ നോക്കിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു മന്ത്രമുണ്ട്. ഏതാണത്? ഗായത്രി മന്ത്രം. നമുക്കടുത്തായിട്ട് ഗായത്രി മന്ത്രം ചൊല്ലിയാലോ? ഓം ഭൂർഭുവഃ സ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. നമ്മൾ രാവിലെ സൂര്യനോട് പ്രാർത്ഥിക്കുകയാണ്. ഓം ഭൂർഭവസ്വ തത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോന പ്രചോദയാത്. സവിതാവായ സൂര്യൻ്റെ ശ്രേഷ്ഠമായ ഊർജപ്രവാഹം നിറഞ്ഞ പ്രകാശം ഞങ്ങളുടെ ബുദ്ധിയെ പ്രചോദിപ്പിക്കട്ടെ, അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നതാണ് ഗായത്രി മന്ത്രം കൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മുടെ വിദ്യാലയം തൃശ്ശൂർ അയ്യന്തോളിലുള്ള TGSM സരസ്വതി വിദ്യാനികേതൻ ദേശഭക്തിക്ക് ഏറെ പ്രാധാന്യം നൽകുന്നു. ഭാരതീയ സംസ്കൃതിയുടെ ഭാസുര സന്ദേശം വിദ്യാർത്ഥികൾക്ക് പകർന്നു കൊടുക്കുന്നതാണ് ഈ വിദ്യാലയത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ, അല്ലേ? രാജ്യനന്മയ്ക്ക് ഉപകരിക്കുന്ന വിധത്തിൽ രാഷ്ട്രബോധമുള്ളവരായി, ദേശീയ ബോധമുള്ളവരായി ഒരു തലമുറയെ സൃഷ്ടിക്കുക എന്നതുകൂടിയാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും പ്രധാന ലക്ഷ്യം. അപ്പോഴേ വിദ്യാഭ്യാസം പൂർണ്ണമാകുന്നുള്ളൂ. നമ്മുടെ രാഷ്ട്രമാതാവിനെ, ഭാരതമാതാവിനെ വന്ദിക്കുന്ന ഭാരത് മാതാ വന്ദനമാകാം അടുത്തത്. രത്നാകരാദൗരപദാം ഹിമാലയ കിരീടിനീം ബ്രഹ്മരാജർഷിരത്നാഢ്യാം വന്ദേ ഭാരതമാതരം.
भरतमादरम्। ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: രത്നങ്ങളടങ്ങിയ സമുദ്രം ആരുടെ പാദങ്ങളെ കഴുകുന്നുവോ, ഹിമാലയം ആരുടെ കിരീടമായി ശോഭിക്കുന്നുവോ, ബ്രഹ്മർഷിമാരും രാജർഷിമാരുമാകുന്ന രത്നങ്ങളാൽ ആര് അലംകൃതമാകുന്നുവോ, ആ ഭാരതമാതാവിനെ ഞാൻ വന്ദിക്കുന്നു. നമ്മൾ സുഹൃത്തുക്കൾക്കിടയിൽ, സഹപാഠികൾക്കിടയിൽ ഏറ്റവും അധികം സന്തോഷം പങ്കുവയ്ക്കുന്നവരാവണം. നല്ല സൗഹൃദം പുലർത്തുന്നവരാവണം. എല്ലാവരുടെയും ഇടയിൽ സമാധാനവും ശാന്തിയും സന്തോഷവും പുലരണം എന്നാഗ്രഹിക്കുന്നവരാകണം. ശാന്തി മന്ത്രം പറയുന്നതും അതുതന്നെയാണ്. ഓം ദ്യൗ ശാന്തി അന്തരിക്ഷം ശാന്തി പൃഥ്വീ ശാന്തി ആഭ ശാന്തി ഓഷധയ ശാന്തി വനസ്പതയ ശാന്തി വിശ്വദേവാഃ ശാന്തി ബ്രഹ്മാ ശാന്തി സർവം ശാന്തി ശാന്തിരേവ ശാന്തി സാമാ ശാന്തിരേധി. ഓം ശാന്തി ശാന്തി ശാന്തി. ആകാശവും അന്തരീക്ഷവും ഭൂമിയും ജലവും ഔഷധവുമെല്ലാം ശാന്തമാകട്ടെ. വൃക്ഷലതാദികൾ ശാന്തമാകട്ടെ. വിശ്വശക്തികൾക്ക് ശാന്തി ഉണ്ടാകട്ടെ. സർവവ്യാപ്തമായ ചൈതന്യം ശാന്തമാവട്ടെ. സർവവും ശാന്തമാവട്ടെ. ശാന്തി തന്നെയും ശാന്തമാവട്ടെ. ഭൗതികവും ലൗകികവും ആധ്യാത്മികവുമായ ശാന്തി ഏവർക്കും ഉണ്ടാകട്ടെ. നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ഒരു സമർപ്പണമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ചെയ്യാൻ ശ്രമിച്ചാൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും മൂല്യം വർദ്ധിക്കും. നമ്മൾ ഒരുപാട് പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് ഇല്ലേ? അത് മറ്റുള്ളവർക്ക് ഗുണകരമാകുന്ന, നമുക്കും ഗുണകരമാകുന്ന വിധത്തിലുള്ള ഒരു സെൻസോടുകൂടി, ഒരു ബോധത്തോടു കൂടി ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മാർപ്പണം എന്ന ശ്ലോകം നിങ്ങൾ ചൊല്ലാറുണ്ട്. എപ്പോഴാണ് ചൊല്ലാറ്? ഭക്ഷണം കഴിക്കുമ്പോൾ ഇല്ലേ? അതും ഒരു സമർപ്പണമാണ്. എങ്ങനെയാണ് ആ ശ്ലോകം? ബ്രഹ്മാർപ്പണം ബ്രഹ്മാഹ്വീർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിനാ. ഭഗവത്ഗീതയിൽ 4-ാമത്തെ അധ്യായത്തിലെ 24-ാമത്തെ ശ്ലോകമാണ് ബ്രഹ്മാർപ്പണം എന്ന് തുടങ്ങുന്ന ഈ വരികൾ. സർവം ബ്രഹ്മമയം എന്ന് പറയും. എല്ലാം ബ്രഹ്മമാണ്. ഒരു യജ്ഞത്തിൽ അർപ്പിക്കുന്ന വസ്തു ബ്രഹ്മമാണ്. യജ്ഞത്തിൻ്റെ അഗ്നി തന്നെയും ബ്രഹ്മമാണ്. ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം ദഹിക്കുന്നില്ലേ? ദഹനരസമാണ് ഇതിനെ ദഹിപ്പിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മളൊരു വസ്തുവിനെ സമർപ്പിച്ചാൽ അത് ദഹിക്കുന്നു എന്നത് തന്നെ ഒരു അഗ്നിയിൽ ദഹിച്ചു പോകുന്നത് പോലെയാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് ഉദാഹരിക്കുകയാണെങ്കിൽ ഭഗവാൻ അഗ്നിയുടെ രൂപത്തിലുള്ള ബ്രഹ്മമാണ്. അഗ്നിയിലേക്ക് നമ്മൾ സമർപ്പിക്കുന്ന വഴിപാടുകളുടെ അവസാന ലക്ഷ്യസ്ഥാനം അഥവാ പൂർണ്ണതയും ബ്രഹ്മം തന്നെ. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദുഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം എന്നത് പരബ്രഹ്മത്തോടുള്ള നമ്മുടെ ഒരു പ്രാർത്ഥനയാണ്. ദൈവം അധ്യാപകരെയും വിദ്യാർത്ഥികളെയും സംരക്ഷിക്കട്ടെ. നമ്മെ ഒരുമിച്ച് പരിപോഷിപ്പിക്കട്ടെ. സഹവീര്യം കരവാവഹൈ. വലിയ ഊർജത്തോടുകൂടി നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. തേജസ്വിനാവധീതമസ്തു. നമ്മുടെ പഠനങ്ങൾ പ്രകാശപൂരിതമാകട്ടെ. മാ വിദ്വിഷാവഹൈഹി. നമുക്കിടയിൽ വിദ്വേഷം ഇല്ലാതിരിക്കട്ടെ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലായിടത്തും ശാന്തി നിറയട്ടെ എന്നതാണ് ഈ ശ്ലോകത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ കുട്ടികൾ പ്രാർത്ഥനാ സഭയിൽ വളരെ മധുരതരമായി മനോഹരമായി ആലപിക്കുന്നുണ്ട് ഓരോ ശ്ലോകങ്ങളും. അതിനൊരു ചിട്ടയുണ്ട്, ഒരു ഡിസിപ്ലിനുണ്ട്. വളരെ ശ്രുതിമധുരമാണ് കേൾക്കാൻ. ഇപ്പോൾ ശബ്ദം ഏറ്റവും നന്നായി ഉപയോഗിച്ചുകൊണ്ട് പാട്ട് പാടുന്നത് പോലെ ശബ്ദം ഏറ്റവും നന്നായിട്ട് ഉപയോഗിച്ച് മറ്റെന്തെങ്കിലും കല അവതരിപ്പിക്കാൻ കഴിയുന്നവർ ഈ കൂട്ടത്തിലുണ്ടോ? പ്രണവ് ചില ശബ്ദങ്ങൾ ഉണ്ടാക്കും. പ്രണവ് ചില ശബ്ദമൊക്കെ രസകരമായിട്ട് അവതരിപ്പിക്കും എന്ന് പറഞ്ഞു. ആദ്യം ഏത് ശബ്ദമാണ്? കിളിയുടെ. കിളിയുടെ. കേൾക്കാം.
അടുത്തത് അടുത്തത് മയിലിൻ്റെത്. അടുത്തത് ശംഖ്. ശംഖ്. വളരെ നന്നായിരിക്കുന്നു അല്ലേ? ശംഖിന്റെ ശബ്ദം. പ്രണവ് ശബ്ദം എടുത്തൊക്കെ നന്നായിരുന്നു അല്ലേ? ഇനി ആരാണ് ഒരാൾ കൂടെ ഈ കൂട്ടത്തിൽ? ഋഗ്വേദ ഒരു ശബ്ദമുണ്ടാക്കും. ഋഗ്വേദ ഏത് ശബ്ദമാണ് എടുക്കുന്നത്? പട്ടിയുടെ. സംസ്കൃത ഭാഷയിലുള്ള ശ്ലോകങ്ങളോ കഥകളോ കവിതകളോ ഒക്കെ ഇനിയും കേൾക്കുമ്പോൾ മലയാളത്തിലുള്ള അർത്ഥം മനസ്സിലാക്കാൻ ഇതാ സംസ്കൃത മലയാള ഭാഷ ലഘു നിഘണ്ടു. ഇത്തരത്തിലൊരു പുസ്തകം നിങ്ങൾ സൂക്ഷിച്ചാൽ, നമ്മൾ ഡിക്ഷണറി ഉപയോഗിക്കുന്നില്ലേ, ഒരു ശ്ലോകം കേട്ടാൽ എന്താണ് ആ സംസ്കൃത പദത്തിൻ്റെ മലയാള അർത്ഥം എന്നുള്ളത് ഇത് വായിച്ചുകൊണ്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇങ്ങനൊരു പുസ്തകം കയ്യിൽ സൂക്ഷിക്കാവുന്നതാണ്. വന്ദേ മാതരം വന്ദേ മാതരം സുജലാം സുഫലാം മലയജ ശീതളാം സസ്യശ്യാമളാം മാതരം വന്ദേ മാതരം. ജന്മഭൂമിയായ അമ്മേ, അമ്മയ്ക്ക് നമസ്കാരം. അമൃതമായ ജലം വഹിക്കുന്ന സുന്ദരമായ നദികളുള്ളവളും രുചികരമായ മധുരിക്കുന്ന ഫലത്തോടു കൂടിയവളും ചന്ദനവനങ്ങളിൽ നിന്നുള്ള കാറ്റിൻ്റെ കുളിർമ പകരുന്നവളും ധാന്യവയലുകളാൽ പച്ച പിടിച്ചു കിടക്കുന്ന സുന്ദര വർണ്ണമുള്ളവളുമായ അമ്മേ നമസ്കാരം. ശുഭ്രജ്യോത്സ്ന പുളകിതയാമിനി ഭുല്ലകുസുമിത ദ്രുമദള ശോഭിനി സുഹാസിനി സുമധുര ഭാഷിണി സുഖദാം വരദാം മാതരം വന്ദേ മാതരം. വെളുത്ത നിലാവിനാൽ ആനന്ദിക്കുന്ന രാത്രികളുള്ളവളും വികസിച്ച് പുഞ്ചിരിക്കുന്ന പൂക്കൾ നിറഞ്ഞ വൃക്ഷങ്ങളാൽ ശോഭിക്കുന്നവളും തത്വജ്ഞാനങ്ങളാൽ സുമധുരമായി സംസാരിക്കുന്നവളും സ്വസ്ഥതയും ആയുസ്സുമായ വരങ്ങൾ നൽകുന്നവളുമായ അമ്മേ, അമ്മയ്ക്ക് നമസ്കാരം. സുഖദാം വരദാം മാതരം വന്ദേ മാതരം. ഉണ്ണിമധുരം ഇന്നിവിടെ പൂർത്തിയാവുകയാണ്. TGSM സരസ്വതി വിദ്യാനികേതൻ സ്കൂളിലെ പ്രാർത്ഥനാ സഭയിലെ അതീവ ഹൃദ്യമായിട്ടുള്ള പ്രാർത്ഥനാ ശ്ലോകങ്ങളും അർത്ഥവുമാണ് നമ്മളിന്ന് പറഞ്ഞത്. ഇനിയും ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്. ഇന്ന് നമ്മൾ സംസ്കൃത ഭാഷയുടെ മഹത്വം കൂടെ പറഞ്ഞു ഇല്ലേ? ഭാഷ, കഥ, കവിത ഇതൊക്കെയായി ബന്ധപ്പെട്ട ഒരുപാടധികം നല്ല വിഷയങ്ങൾ നമുക്കിനിയും വരും അധ്യായങ്ങളിൽ ഉണ്ണിമധുരത്തിലൂടെ പങ്കുവയ്ക്കാം.